കഴിഞ്ഞ ദിവസം SSLC പരീക്ഷയുടെ ഫലം വന്നു. അവരെല്ലാം ആ മക്കളുടെ മാതാപിതാക്കളെല്ലാവരും സോഷ്യൽ മീഡിയയിലായിട്ടും അല്ലാതെയായിട്ടും അവരുടെ ആഹ്ലാദങ്ങൾ പങ്കുവെക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. നമുക്കറിയാം, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഷഹബാസ് എന്ന് പറഞ്ഞ ഒരു പൊന്നുമോൻ. ആ പൊന്നുമോൻ്റെ പരീക്ഷാഫലം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ പരീക്ഷാഫലം കണ്ടവരുടെ കണ്ണുകളെല്ലാം നിറയുകയാണ്. അത്രക്കും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ പരീക്ഷ ആൻസർ പേപ്പറിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ഒത്തിരി മാർക്ക് ലിസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. അതെ, നമ്മുടെ ഷഹബാസിൻ്റെ മാർക്ക് ലിസ്റ്റിന് ഒരു ചോരയുടെയും കണ്ണീരിൻ്റെയും ഒരു കുടുംബത്തിൻ്റെ ഒരു വേദനയുടെയും മണമുണ്ട്. അവൻ എഴുതിയ ഒരേ ഒരു വിഷയത്തിന് A+ ആണ്. അതിനു മുന്നേ അവൻ്റെ കൂടെ പഠിച്ച നരാധവന്മാർ ബാക്കി പരീക്ഷ എഴുതാൻ സമ്മതിച്ചില്ല. ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് IT, ആ ഒരു വിഷയത്തിന് മാത്രമാണ് ഷഹബാസിന് A+ ഉള്ളത്. ബാക്കിയെല്ലാം ആബ്സെൻ്റാണ്. കാരണം അവൻ എഴുതിയത് ആ IT പരീക്ഷ മാത്രമായിരുന്നു. ഈ IT പരീക്ഷ കഴിഞ്ഞതിന് പിറ്റേ ദിവസമായിരുന്നു ഷഹബാസിനെ 6ഓളം വരുന്ന ക്രിമിനലുകൾ കൊലപ്പെടുത്തി കളഞ്ഞത്. ഈ 6ഓളം വരുന്ന ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ അതിലൊരാൾ ഈ ഷഹബാസിനോട് നിഴല് പോലെ കൂടെ നടന്ന ഒരു സുഹൃത്തായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ട്യൂഷൻ സെൻ്ററിലുണ്ടായ ചെറിയൊരു പ്രശ്നം, നിസ്സാരം പറഞ്ഞു തീർക്കാൻ കഴിയാവുന്ന ഏറ്റവും ചെറിയ ഒരു പ്രശ്നം, അത് അവസാനം ചെന്നെത്തിയത് ഒരു കൊലപാതകത്തിലായിരുന്നു. അവൻ്റെ തല പോലും പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പൊന്നുമോൻ മരണസമയത്ത് എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാവും. അവസാനം മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. നോക്കൂ, IT പരീക്ഷയിൽ അവന് A+ ആണ്. എല്ലാ പരീക്ഷയിലും A+ നേടേണ്ട ഒരു പൊന്നുമോനാണ് ഇപ്പോൾ താമരശ്ശേരി കടവൂർ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്നത്. പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. എല്ലാ പരീക്ഷയിലും A+ വാങ്ങാനുള്ള ആ ഒരു നല്ല ചുണക്കുട്ടിയാണ് നമുക്കും ആ മാതാപിതാക്കൾക്കും നഷ്ടപ്പെട്ടു പോയത്. എല്ലാ വിഷയത്തിലും A+ നേടാൻ വേണ്ടി ഈ ഷഹബാസും ഈ ഷഹബാസിൻ്റെ മാതാപിതാക്കളും എത്രയോ ആശിച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ പരീക്ഷയിലും A+ വാങ്ങി അതിൻ്റെ കൂടെയുള്ള ആ വീട്ടിലേക്കുള്ള വരവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മകൻ്റെ A+ കിട്ടിയ ആ മാർക്ക് ലിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കാണിക്കാനും അടുത്ത വീടുകളിൽ കാണിക്കാനും എത്രയോ ആഗ്രഹങ്ങളുണ്ടാവും ഈ ഷഹബാസ് എന്ന് പറഞ്ഞ ഈ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക്. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന നരാധവന്മാരുടെ പലരുടെയും റിസൾട്ട് ഇപ്പോൾ സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനം? അവർക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുക്കാൻ പാടില്ലായിരുന്നു. നമ്മളൊക്കെ പതിയെ ഈ ഷഹബാസിനെ മറക്കും. പക്ഷേ അവൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. അവർ അവനെ മറക്കില്ല. അവന് നീതി വാങ്ങിക്കൊടുക്കും വരെ അവരുടെ മാതാപിതാക്കൾ നിയമ പോരാട്ടത്തിൽ തന്നെയായിരിക്കും. ഷഹബാസിൻ്റെ ഉപ്പാക്ക് ഷഹബാസ് തിരിച്ചു വരുമെന്ന് കരുതിയിട്ടല്ല. പക്ഷേ ഇതുപോലത്തെ ഒരു നിഷ്ഠൂരം ഒരു മാതാപിതാക്കൾക്കും ഒരു മക്കളും കൈവടിഞ്ഞുകൂടാ എന്നുള്ള ആ ഒരൊറ്റ വിശ്വാസത്തിന് മാത്രം ഷഹബാസിൻ്റെ മാതാപിതാക്കൾ
ആ നരാധപന്മാർക്ക് കൊലക്കയറ് വാങ്ങിക്കൊടുക്കും വരെ ആ നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഷഹബാസ് എന്ന പൊന്നുമോനെ കൊലപ്പെടുത്തിയ നരാധിപന്മാരെ ഇവിടുത്തെ ഭരണകൂടവും പോലീസും അതിശക്തമായ പ്രതിഷേധമുണ്ടായിട്ടും രാഷ്ട്രീയ സംഘടനകളാകട്ടെ വിദ്യാർത്ഥി സംഘടനകളാകട്ടെ ഏത് പ്രതിഷേധങ്ങളുണ്ടായിട്ടും ആ പ്രതിഷേധങ്ങളൊന്നും വകവെക്കാതെ അവരെ പരീക്ഷ എഴുതാൻ ഇവിടുത്തെ പോലീസും ഗവൺമെൻറ് സംവിധാനങ്ങളും അതിന് സമ്മതിച്ചു. ഒരു വിധത്തിലും പഠിക്കാൻ അർഹതയില്ലാത്തവരാണ് ഈ 6 ക്രിമിനലുകൾ. അവരെ എന്തിനാണ് ഇത്ര ഇടങ്ങേറായിക്കൊണ്ട് എന്തിനാണ് അവരെ പരീക്ഷ എഴുതിപ്പിച്ചത്? ഒരുപക്ഷെ ഈ 6 പേരും പരീക്ഷയിലെങ്ങാനും ജയിച്ചു വന്നിരുന്നു എങ്കിൽ ഈ സമുദായത്തിന് തന്നെ ഏറ്റവും വിപത്തായി മാറും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഷഹബാസിൻ്റെ നരാധപന്മാർക്ക് എന്ത് ശിക്ഷയാണോ കിട്ടാവുന്നത് ആ ശിക്ഷ കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പരിശ്രമിക്കുക. അതിനുവേണ്ടി എല്ലാവരും നിയമ പോരാട്ടത്തിൽ തന്നെ ആ നിയമ പോരാട്ടത്തിൻ്റെ വഴിയിൽ തന്നെ പോവുക. ഈ ഷഹബാസിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിങ്ങളെപ്പോഴും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ആ പിതാവ് നടത്തുന്ന നിയമ പോരാട്ടത്തിന് ആ പിതാവിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അതോടൊപ്പം ഷഹബാസ് എന്ന് പറഞ്ഞ ഈ മരണപ്പെട്ടു പോയ ഷഹബാസിന് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക.